2009 മുട്ടത്തറയിൽ പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റുകളിലൊന്നായ മുട്ടത്തറ പ്ലാന്റ് 100 ഏക്കർ സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. പരിസര മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലാണ് പ്ലാന്റിന്റെ ക്രമീകരണം. ദിവസേന 107 ദശലക്ഷം ലിറ്റർ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റിൽ ഇപ്പോൾ 30 ദശലക്ഷം ലിറ്റർ മാത്രമാണ് സംസ്കരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന മലിനജലം ശുദ്ധീകരിച്ച് പാർവതി പുത്തനാറിലേക്ക് ഒഴുക്കിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡമനുസരിച്ച് കുടിക്കാൻ കഴിയുന്നത്ര ശുദ്ധമായ വെള്ളമാണ് അവസാനം പ്ലാന്റിൽ നിന്ന് പുറത്തുവിടുന്നത്. പ്ലാന്റിന്റെ ഉദ്ഘാടനം ഈ മാസം 27-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ സിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ബാത്റൂമിലെ വെള്ളം, പിന്നെ കക്കൂസിലെ മാലിന്യം, അടുക്കളയിലെ എല്ലാം ഉണ്ട്. ആ വെള്ളമാണ് ഇവിടെ വരുന്നത്. ആ വെള്ളം എത്രയും ശുദ്ധീകരിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ കണ്ടു. ആ പാർവതി പുത്തനാറിന്റെ ആ അഴുക്ക് ഒരു ഭാഗം ഈ വെള്ളം പോകുന്നതോടുകൂടി അവിടെ കഴുകിക്കളയാം. മലിനജലം സംസ്കരിക്കുമ്പോൾ അവശേഷിക്കുന്ന മാലിന്യം വളമായും ഉപയോഗിക്കാൻ കഴിയും. ഡൽഹി ആസ്ഥാനമായ UMA എന്ന കമ്പനിയാണ് 80 കോടി ചിലവായ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടങ്ങളിൽ കോഴിക്കോട്, കൊല്ലം, എറണാകുളം ജില്ലകളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.